നന്നമുക്ക് പഞ്ചായത്തിൽ NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF ഭരണകാലത്തെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായിരുന്ന ഇന്ദിര ചന്ദ്രൻ നന്നമുക്ക് പഞ്ചായത്ത് 10ാം വാർഡിൽ BJPക്ക് വേണ്ടി മത്സരിക്കും. കേരള രാഷ്ട്രീയ രംഗത്ത് മാറ്റത്തിന്റെ തുടക്കമാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം എന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം BJP പാലക്കാട് മേഖല ജനറൽ സെക്രട്ടറി KK സുരേന്ദ്രൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, സംസ്ഥാന ഘടകം 3 സർക്കാരുകളും ഭരിക്കുന്നത് CPM ആണ്. എന്നിട്ടും എന്തേ നമ്മുടെ ഗ്രാമത്തിൽ വികസനം എത്തിയില്ല? നമ്മുടെ ഈ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്ത് മേഖലയിൽ വിശിഷ്യ നമ്മുടെ താലൂക്കിലോ നമുക്കൊരു ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോലുമില്ല. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യം പറയുന്നില്ല. സാധാരണക്കാർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോലും ഗവൺമെൻറ് സെക്ടറിലില്ല. ഈ പഞ്ചായത്തിൽ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. റോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. അംഗനവാടികൾക്ക് പോലും അടിസ്ഥാന സൗകര്യമില്ല. അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുന്നത് തന്നെ കേന്ദ്ര സഹായത്തോടു കൂടിയാണ്. അംഗനവാടികൾ, സ്കൂളുകൾ, ഇപ്പോൾ മൂക്കുതല ഹൈസ്കൂൾ കേന്ദ്രാവിഷ്കൃത ഫണ്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് BJP പറയുന്നത് മാറാത്തത് മാറും, ഭരിച്ചു മുടിച്ചു, ഇനി ഇടതും വലതും വേണ്ട, ഒരു തവണയെങ്കിലും NDAക്ക് തരൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ സവിതാ വിനയകുമാറിൻ്റെ വാർഡിനെ വികസനത്തിൻ്റെ മാതൃക ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ വാർഡ് മാത്രമല്ല, കേരളത്തിൽ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ബദിയടക്ക പഞ്ചായത്ത് 40 വർഷമായി BJP ഭരിക്കുകയാണ്. ആ 40 വർഷമായി തുടർച്ചയായിട്ട് എന്തുകൊണ്ട് BJP ഭരിക്കുന്നു? കേരളം CPMൻ്റെ ആധിപത്യമുള്ള സംസ്ഥാനമാണ്. UDFും മാറി മാറി കേരളം ഭരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാർ നടപ്പാക്കുന്ന വികസനം ഈ പഞ്ചായത്തിലും എത്തിക്കണം. അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും വരാൻ പോകുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി NDA സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഭാരത്. 10 വർഷത്തെ LDF ഭരണം മൂലം വികസന മുരടിപ്പ് നേരിടുകയാണ് നന്നമുക്ക് പഞ്ചായത്തെന്നും BJP അധികാരത്തിൽ വന്നാൽ വൻ വികസന കുതിപ്പ് ആകുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുമായി നടത്തിയ പ്രകടനത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. പ്രസാദ് പടിഞ്ഞാറേക്കര, അനീഷ് മൂക്കുതല, T ഗോപാലകൃഷ്ണൻ, ജെനു പട്ടേരി, ഷീല സാജൻ, രാധാകൃഷ്ണൻ പട്ടേരി എന്നിവർ നേതൃത്വം നൽകി. CNTV ചങ്ങരംകുളം.